അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡാണ്. സഹോദരന്മാരെ, ഞാനിപ്പോൾ ഇതൊരു വീഡിയോ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ഈ മുത്തടൻ കാസിമിൻ്റെ പേരിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അയാൾക്കതൊരു ചെറിയ വട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ ഇത് രണ്ടാമത്തെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വേറൊരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട് ദജ്ജാലുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനിത് കുറച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, പിന്നെ ആലിമ്യങ്ങൾ ഒരുപാട് ആളുകൾ ഈ മുത്തടൻ കാസിം പറഞ്ഞതിൻ്റെ ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ കൂടെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അഭിപ്രായം പറയുമ്പം മൂപ്പർ പറയുന്നത് വെച്ചെങ്കിൽ അയാളോടുള്ള അസൂയ കൊണ്ട് ഒരുപാട് ആളുകൾ ഇയാൾ എതിർക്കുകയാണ്, അയാൾ നമ്മൾ ഫിത്തിന ഉണ്ടാക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഫിത്തിന എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. സാധാരണ നമ്മൾ ഈ മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ട് അതിൽ ഞാൻ 2 വീഡിയോ ഉണ്ട്. അതായത് ഒന്ന് മഹദി ബാബു വരുന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ, മറ്റൊന്ന് ഇയാൾ മക്ക മദീന മുത്തടത്തേക്ക് വരണമെന്ന് പറഞ്ഞത്. അത് ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല, മറ്റേ ദജ്ജാലിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഞാനിത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആ ദജ്ജാലിൻ്റെ വീഡിയോ കാണും. സർവസമ്മതനായിരിക്കും ദജ്ജാൽ, സർവസമ്മതനായിരിക്കും. അയാളാരാന്ന് എനിക്കറിയാം, ആ സ്ഥാനം എനിക്കറിയാം, അയാളുടെ സ്ഥാനം എനിക്കറിയാം, ആ വ്യക്തി എനിക്കറിയില്ല. പക്ഷെ ആ സ്ഥാനത്തൊരു വ്യക്തി വരും, അതൊന്നൊരു സ്ഥാനമാണ്. ആ സ്ഥാനത്തൊരു വ്യക്തി ആയിരിക്കും അയാളായിരിക്കും ദജ്ജാൽ. ആ സ്ഥാനം എനിക്കറിയാം, വ്യക്തി അറിയില്ല, സ്ഥാനം അറിയും. അതിൻ്റെ റബ്ബിനക്ക് തന്ന തൗഫീഖ. എന്തുകൊണ്ട് 20-25 കൊല്ലം ദജ്ജാലിനെ പഠിക്കുന്ന ഒരാൾക്ക് അള്ളാഹു തൗഫീഖ് കൊടുക്കില്ല? രാവും പകലും മരത്തുമ്മ പഠിക്കുന്ന ഒരു ആശാരിക്ക് ഏതാണ് കസേര ഉണ്ടാക്കാൻ പറ്റിയ മരം, ഏതാണ് വിറക് മുള്ളിയാക്കാൻ പറ്റിയ മരം എന്നറിയില്ലെങ്കിൽ പിന്നെ അവനെന്താ ആശാരിയ? മക്കയും മദീനയും നിന്ദിച്ചു. മക്കയും മദീനയും എൻ്റെ അടുത്തേക്ക് വരും. ഞാൻ അക്കലവലുകാരനാണ്, എൻ്റെ അടുത്തേക്ക് മക്കയും മദീനയും വരും. ഞാൻ മക്കയും മദീനയോടുള്ള ഇഷ്ടം കൊണ്ട് പൊട്ടി കരഞ്ഞ് ഇരിക്കുന്ന ഒരാളാണ്. കണ്ടില്ലേ, ദജ്ജാലുമായിട്ട് പറഞ്ഞ വാക്കുകൾ ശരിക്കും കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഈ മഹദി മാവിനെ പറ്റി മൂപ്പർ പറഞ്ഞത്, മഹദി വന്നാൽ BJP-ക്കാരാണ് ഏറ്റവും കൂടുതൽ അയാളെ കൂട്ടുകാരെന്ന്. കാരണം ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ തുടച്ചു നിൽക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം നിൽക്കുന്ന സ്ഥലത്താണ് ആ വാക്ക് പറയുന്നത്. മാത്രമല്ല ഇന്ന് വരെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്മാർ ഇയാൾ പറഞ്ഞ പോലെ വാക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് യാഥാർത്ഥ്യം. മഹദി വന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ചരിത്രം തന്നെയല്ല ഇയാൾ പറഞ്ഞത്. ഒന്നവിടെ നിൽക്കട്ടെ. ഇനി ഉദാഹരണത്തിനാണ് ഇയാൾ പറയുന്നതെങ്കിൽ പബ്ലിസിറ്റി ആയിട്ട് അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് സംഭവം. അത് മറ്റൊന്ന് വെച്ചെങ്കിൽ ഇയാൾ പറഞ്ഞത് മുത്തടത്തേക്ക് വരണം, എനിക്ക് എല്ലാവരും മക്കത്തേക്കും മദീനത്തേക്കും പോകാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക സഹോദരന്മാർ. ഏതെങ്കിലും ഒരു മഹാപണ്ഡിതന്മാർ നമ്മൾ ഇത്ര കാലത്തിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഒരു വാക്ക് നാവെന്ന് വന്ന് ചരിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ആ പറഞ്ഞത് അയാൾ തെറ്റെന്ന് ഏത് പണ്ഡിതൻ പറയാണ്ടിരിക്കും? എങ്ങനെയാണത് ഫിത്തിനാണെന്ന് അങ്ങോട്ട് എതിർത്താൽ? അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യം എന്നത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. യല്ലാ കായബത്തിന് മുന്നിൽ നിസ്കരിക്കുന്നതെന്ന് നമ്മൾ സാധാരണ പറഞ്ഞിട്ട് നിസ്കരിക്കരുത്. സാധാരണ ഇപ്പം ഞാനും ഉമ്മർക്ക് പോയവനാണ്, കായബം കണ്ടപ്പോഴാണ് നമുക്ക് ആ ഒരു ഹൃദയം വേറെ തന്നെ വരുന്നത്. അല്ലാ ഇത് കാണാൻ ഭാഗ്യം തന്നല്ല റബ്ബേ, അൽഹംദുലില്ലാ എന്ന് നമ്മൾ അത് പറഞ്ഞു എത്രയോ പ്രാവശ്യം. അങ്ങനത്തെ തന്നെ കായബം കാണലും മജൽ അസ്വദ് കാണലും എന്നൊക്കെ പറയുന്നത് ഒന്ന്, പിന്നെ നബിൻ്റെ റൗള ശരീഫ് കാണലും എന്നൊക്കെ പറയുന്നത്. അവിടെ പോയിട്ട് മരിക്കാൻ കൂട്ടണ പറിച്ചോളൂ ദ്വാരക്കാത്ത മുസ്ലിം ആരും ഉണ്ടാവില്ല. അതിന് പോകാൻ കഴിയുന്നവനും കഴിയാത്തവനും ആരെങ്കിലും ആലിമ്യങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആമീന്ന് പറയും. ഉത്തരം ചെയ്തിട്ട് കിട്ടിപ്പോയാൽ ആയില്ലേ എന്ന് പറഞ്ഞിട്ട് ആമീന്ന് പറയുന്ന ആളുണ്ടാവും. അങ്ങനത്തെ ഒരു സംഭവം മക്ക മദീന. ആ മക്ക മദീനത്തിന് ഇയാൾ പറയുന്നത് നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഓന്ത് തലയാട്ടം നടക്കുന്ന ആട്ടിയിട്ട് ഇയാൾ പറയുന്നത് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ഇത് കാണുമ്പോൾ ഇയാൾ എന്തെങ്കിലും ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണെങ്കിൽ പറയാൻ പാടുള്ളതോ? എന്നല്ലെങ്കിൽ ഉദാഹരണത്തിന് ആരെങ്കിലും ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് നിങ്ങൾക്കായിരിക്കും തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്മാർ ഇതിനു മുമ്പ് ഞാൻ ഇരിക്കുന്നിടത്തേക്ക് മക്ക മദീന വരണമെന്നോ പറഞ്ഞ ചരിത്രമുണ്ടോ സഹോദരന്മാരെ? എന്നിട്ട് അതിനെ എതിർക്കുന്ന ആലിമ്യങ്ങളെ ഇപ്പോൾ ഇയാൾ പറയുന്നത് അറിയോ? അയാളോടുള്ള ഫിത്തിന ഉണ്ടാക്കുന്ന അയാളുള്ള ഫിത്തിന ഉണ്ടാക്കുന്ന അയാളെ കണ്ടുകൂടായിട്ട് അയാൾ വലിയ വഹാബികളെ എതിർക്കുന്ന ആൾ. എത്രയോ തലക്കെട്ട് കിട്ടിയ ആളുണ്ട്. എന്തുകൊണ്ട് വഹാബികളെ പറ്റി പറയാത്ത? ഞാനല്ലാതെ ഇവിടെ പറയാൻ ആരുണ്ട്? ആരെങ്കിലും ഒരുത്തം പറയുകയാണെങ്കിൽ ഞാൻ അന്നേരം നിർത്തും എന്നൊക്കെ പറഞ്ഞങ്ങനെ. അതായത് ഇയാൾക്ക് തോന്നി ഇയാൾ ഭയങ്കര ഒരു പണ്ഡിതൻ ഇയാൾക്ക് സ്വയം തോന്നിയിട്ട് ഇബ്ലീസ് ഇയാളോട് പറഞ്ഞിട്ടോ നീ ഭയങ്കരോടോ നീ നിന്നെപ്പോലത്തെ ആലിമ്യങ്ങളുടെ ദുനിയാവിലില്ല എന്ന് ഇയാളോട് പറഞ്ഞിട്ടോ എന്നൊക്കെ സംശയമുണ്ട്. ഇപ്പം മറ്റൊന്ന് കണ്ടില്ലേ നിങ്ങൾ? മറ്റൊന്ന് കണ്ടില്ലേ ദജ്ജാലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ? എന്താണ് അയാൾ പറഞ്ഞത്? ദജ്ജാലിൻ്റെ ഫിത്ന ഫസാദൊന്ന് കാക്കണേ എന്ന് നമ്മൾ സാധാരണ 5 വക്തിൽ നമസ്കാരത്തിലെ ലാസ്റ്റ് വാച്ച് ഒപ്പിക്കുന്നത്. ഖബറിൻ്റെ അദാബെന്നും പടച്ചവന് ദജ്ജാലിൻ്റെ ഫിത്ന ഫസാദൊന്നും കാക്കണേ റബ്ബേ എന്ന് സാധാരണ നമ്മൾ എല്ലാ വക്തിലും 2ാമത്തെ 5 വക്തിലും 2ാമത്തെ അത്തയാത്തിൽ നമ്മൾ ലാസ്റ്റ് ഉപയോഗിക്കുന്നതാണ് മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ.
ദജ്ജാലിൻ്റെ ഫിത്തിന ഫസാദിൽ നിന്ന് കാക്കണം റബ്ബേന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ഈ ലോകത്ത് ചുരുങ്ങിയത് ശരിക്കും 300 കോടിൻ്റെ അടുത്തൊക്കെ മുസ്ലിംസ് ഉണ്ടാവും. സാധാരണ 250 കോടി എന്ന് പറയും. എന്നാലും 250 കോടി മുസ്ലിങ്ങൾ ഇന്ന് ലോകത്ത് നിസ്കരിക്കുന്ന നിർവഹിക്കുന്ന ആളുകളുണ്ടാവും. ഈ മുസ്ലിം എല്ലാവരും ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ദജ്ജാലിൻ്റെ ഫിത്തിന ഫസാദിൽ നിന്ന് കാക്കണമെന്ന്. എന്താ പറയാൻ കാരണം? അത്രയും വലിയ ഫിത്തിന ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളാണ് ഈ ദജ്ജാൽ നിർത്തിക്കൽ. ഞാനാണ് അള്ളാഹ് കാണിച്ചു തരും. ഒരു മനുഷ്യനെ കൊന്നിട്ട് നടുവിൽ പടർന്നിട്ട് മാറ്റി വെച്ചിട്ട് അവർ ഞാനാണ് നിന്നെ റബ്ബ് വിശ്വസിപ്പിക്കും. അള്ളാഹ് ഈമാനുള്ളോ പറയൂല നീ റബ്ബ്, നീ അല്ല എൻ്റെ റബ്ബ് എന്നേ പറയും. അപ്പോൾ അതിപ്പോൾ ചർച്ച വിഷയം ഞാൻ നീളുന്നുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അതുപോലെ സ്വർഗ്ഗം നരകമാക്കിയിട്ട് അവർ കാണിച്ചു തരും. അത് നരകത്തിൻ്റെ സ്വർഗ്ഗത്തിൻ്റെ നരകമൊക്കെ കാണിച്ചു തരും. പല പല കാര്യങ്ങളും കാരണം അള്ളാഹു തആലയിലുള്ള വിശ്വാസം നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ജൂതന്മാർ പോലും കാത്തു നിൽക്കുന്ന ഒരു അവർക്കൊരു പ്രവാചകനെ പോലെ അവർ ചിന്തിച്ച് കാത്തു നിൽക്കുന്ന ഒരാളാണ് ദജ്ജാൽ എന്ന് പറയുന്നത്. ആ ദജ്ജാലിനാണ് ഇയാൾ പറയുന്നത്. ദജ്ജാൽ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നൊക്കെ ആളും നല്ല എനക്കറിയും എനക്കറിയും ദജ്ജാൽ ആരെന്നുള്ളത്. എന്തെന്ന് ഇയാൾ പറയുന്നത്? ദജ്ജാൽ ആരെന്ന് എല്ലാവർക്കും മുന്നേ പറഞ്ഞ് മനസ്സിലാക്കിയ രൂപത്തിലല്ലേ ദജ്ജാലിനെ പറ്റി മനസ്സിലാക്കണ്ടു. അല്ലാതെ കണ്ട് ഇയാൾക്ക് മാത്രം ദജ്ജാലിനെ അറിയുന്നു, ഇയാൾക്ക് മാത്രം മഹദി ഇമാമിനെ അറിയുന്നു. മഹദി ഇമാമിനെ വരെ 6 കൊല്ലം ഇട്ടു തന്നു മൂപ്പർ പറഞ്ഞത് മുന്നേ. ദജ്ജാലിന് ഇയാൾക്കറിയാം, നിങ്ങൾക്കറിയില്ല. എനിക്ക് ശരിക്കും ഞാനിപ്പോൾ പറയില്ല, എനിക്കറിയും ദജ്ജാലിനെ, എനിക്കറിയും, നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഇയാൾ ആ പറയുന്നത് തന്നെ നമുക്ക് തോന്നുന്നില്ല ഇയാൾക്ക് എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടെന്ന്. അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പറയും. നമ്മൾ ദജ്ജാലിനെ പറ്റിയിട്ട് കേട്ട ചരിത്രങ്ങളൊക്കെ ഏത് രൂപത്തിലാണ്? വലിയ വലിയ മഹാപണ്ഡിതന്മാരൊക്കെ മക്കത്തിനെ മദീനത്തിനെ പറ്റി പറഞ്ഞത് എങ്ങനെയാണ്? മഹദി ഇമാമിനെ പറ്റിയിട്ട് പറഞ്ഞത് എങ്ങനെയാണ്? നമ്മളൊക്കെ കേട്ടവരല്ലേ. ദജ്ജാലിനെ പറ്റിയുള്ള ഫിത്ന ഫസാദിനെ പറ്റിയിട്ട് എങ്ങനെയാണ് കേട്ടിട്ടുള്ളത്? ഇയാൾ എന്താണെന്ന് പറയുന്നത്? എന്നെ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പറയാൻ പാടില്ല. ഇയാൾ എന്തെങ്കിലും ഒരു ഉദാഹരണം വെച്ചിട്ട് പറയുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് പറയാൻ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടോ ഇതിന്? അപ്പോൾ കുറച്ച് അറിയുന്ന ആലിമ്യങ്ങളൊക്കെ കുറച്ച് ആളുകളൊക്കെ പറഞ്ഞത് അത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, വാക്ക് ശരിയല്ല എന്നുള്ളത് അത് നമുക്ക് യോജിപ്പിക്കാൻ പറ്റുന്നതല്ല. അത് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട രൂപത്തിലല്ല പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആലിമ്യങ്ങൾ ഇപ്രായം പറഞ്ഞത് അത് ഫിത്ന ഫസാദ് ഉണ്ടാക്കുന്നത് അയാളെ മുകളിൽ. ഞാൻ പറയുന്നതല്ല. ഇത് സംഭവിച്ചതെന്ന് വെച്ചെങ്കിൽ ഇയാൾക്ക് അറിവൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഒന്നെങ്കിലും ചെറിയ ക്ലിക്കുണ്ട്, എന്തോ ചെറിയൊരു പ്രശ്നം ഇയാൾക്കുണ്ട്. മനസ്സിലായില്ലേ? ഒന്ന് അല്ലെങ്കിൽ ഖുർആൻ സ്റ്റഡി ക്ലാസ്സിലൊന്നും സംസാരത്തിൽപ്പെട്ടതൊന്നുമല്ല. കാരണം ഖുർആൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് നമുക്ക് പോകുന്ന ആളിനെ നമുക്ക് ഖുർആൻ സ്റ്റഡി ക്ലാസ്സെല്ലാം നടത്തുന്ന സ്ഥലം നമുക്കറിയാം. ഖുർആൻ സ്റ്റഡി ക്ലാസ് നമുക്ക് ഖുർആനിൽ വന്നിട്ട് അതിൻ്റെ ഓരോ ആയത്ത് അറിഞ്ഞത് എങ്ങനെയാണ്, എന്താണ് ആയത്ത് കൊണ്ട് പറഞ്ഞത്, എന്താണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയാണ് സാധാരണ ഖുർആൻ സ്റ്റഡി ക്ലാസ്. എന്തായാലും അത് കണ്ടക്കാല് വാരിയിടാറില്ല, വേറൊന്നും വാരി കുഴക്കാലൊന്നുമില്ല. ഇയാളൊക്കെ കൂട്ടിക്കുഴക്കാണ്. ഏതായാലും നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ കേട്ടതല്ല ദജ്ജാലിനെ പറ്റി ഇയാൾ പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നത് തെറ്റിന്നാലും പറയൂലേ? ഇങ്ങനെയാണോ ദജ്ജാലിനെ പറ്റി വിശദീകരിച്ച് നമുക്ക് ഇത്ര കാലം തന്നിട്ടുള്ളത്? ഇങ്ങനെയാണോ മഹദി ഇമാമിനെ പറ്റി നമുക്ക് വിശദീകരിച്ച് പണ്ഡിതന്മാർ തന്നിട്ടുള്ളത്? ഇങ്ങനെയാണോ പിന്നെ മക്കമദിനെ പറ്റിയിട്ട് വിശദീകരിച്ച് തന്നിട്ടുള്ളത്? അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായ രൂപത്തിൽ ഇയാൾ പറയുമ്പോൾ ഒന്നെങ്കിൽ ഇയാൾക്ക് അഹങ്കാരം, അല്ലെങ്കിൽ അള്ളാഹു തആല റസൂൽ പറഞ്ഞില്ലേ 4 കാതിൽ 3 കാതിൽ നരകത്തിലാവെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ക്യാമത്ത് എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും പാണ്ഡിത്യം ഉണ്ടാവും. പാണ്ഡിത്യം ലൈറ്റല്ല, അവർ ദീനെ വിളിക്കുന്നവരായിട്ട് മാറും, കച്ചവടക്കാരായിട്ട് മാറും, അല്ലെങ്കിൽ അവർക്ക് അഹങ്കാരം വന്നു പോകുന്നു. ഇന്നിപ്പോൾ ആലിമ്യങ്ങളെ തന്നെ നമ്മൾ കാണുന്നില്ലേ? അവർക്ക് എന്താണെന്നുള്ളത് ഇല്ലാത്തത്? അവർക്കുള്ള അസൂയമായിരിക്കും ഉണ്ടാ. അവർക്ക് തമ്മിൽ പണ്ഡിതന്മാർ കണ്ടുള്ളത് ഏറ്റവും കൂടുതൽ ഓർക്കല്ലേ, നമ്മളപ്പോഴത്തെ സാധാരണക്കാരൊക്കെ. അപ്പം ഇതൊക്കെ ഇന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ സംഭവിച്ചു പോയി നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതുണ്ടെന്നാണ് ഇതിൻ്റെ അതർത്ഥം. കാരണം ആലിമ്യങ്ങളെ കൊണ്ട് തന്നെ നശിപ്പിക്കപ്പെടും ദീന്. നമ്മളെപ്പോലത്തെ പാമങ്ങളെ കൊണ്ട് അറിവില്ലാത്ത ആളെ കൊണ്ടല്ല നശിക്കുന്നത് ദീന്. ഇവരെന്നെ കണ്ടില്ലേ, ഇവരെന്നെ തമ്മിൽ അഭിപ്രായം, എന്നിട്ട് ഇതിൻ്റെ പേര് പറഞ്ഞിട്ട് എത്ര നാളെ എൻ്റെ കൂടുതൽ അഭിപ്രായം പറയണം. അപ്പോൾ ഈ അബ്ദുല്ല ഖാസിമി, ഈ റഹ്മത്തുള്ള ഖാസിമിയോട് നമുക്ക് പറയാനുള്ളത് വെച്ചെങ്കിൽ, നിങ്ങളെ നമുക്ക് ഒരാൾക്കും അസൂയില്ല. നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ദീൻ തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നടക്കണം, അത് സമുദായത്തിന് വേണ്ടി സേവനം ചെയ്യണം, സമുദായത്തിന് ഗുണം ചെയ്യണം. പക്ഷേ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ മുൻകാലങ്ങളിൽ പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞതിന് വിരുദ്ധമായ രൂപത്തിൽ, ഭിന്നത രൂപത്തിൽ, അല്ലെങ്കിൽ അതിനോട് യോജിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. തിരുത്തണമെന്ന് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ നമ്മൾക്ക് അത് അല്ലാഹു തആല നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കുന്ന സഹോദരന്മാരോട് സത്യാവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. ഈ രൂപത്തിലൊന്നല്ല ഇതിനു മുമ്പ് നമുക്ക് ഈ ചരിത്രങ്ങളൊന്നും പഠിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. പക്ഷേ ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് അല്ലാഹു തആല നമുക്ക് അറിയുന്നില്ല. അത് അല്ലാഹു തആലയ്ക്ക് അറിയും. ഏതായാലും അയാൾക്ക് മുത്തടത്തേക്ക് വരുന്നെങ്കിൽ വന്നോട്ടെ, പക്ഷേ നമുക്കൊന്നും മുത്തടത്ത് വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്കൊന്നും മക്ക മദീന വരുന്നു നമ്മൾ വിശ്വസിക്കുന്നില്ല. ദജ്ജാലിനെ പറ്റി ഇയാൾ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നില്ല. ആ രൂപത്തിലല്ല വിശ്വസിക്കുന്നത്.
മഹദിമാവ് വരുമെന്ന് പറഞ്ഞതും ഇയാൾ പറഞ്ഞ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇയാൾക്ക് വിശദമായ രൂപത്തിൽ മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്താനും മുസ്ലിങ്ങൾക്ക് സേവനം ചെയ്യാനും ഉള്ള ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.